പറമ്പിൽ നിന്ന് ചക്ക പൊട്ടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭായിമാർ വന്നിട്ടുണ്ട് പെരുമ്പാവൂരിൽ നിന്ന് പറഞ്ഞാൽ അവർ കൊല്ലത്തിൽ 2-3 തവണയൊക്കെ വരും. ഇപ്പോൾ പക്ഷേ ചക്കയുടെ വില കുറഞ്ഞു. ആദ്യമൊക്കെ നല്ല വില കിട്ടിയതാണ്, ഇപ്പോൾ വില കുറഞ്ഞു. അവർ മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോകണം നോക്കിയിട്ടാ. നമ്മുടെ വീട്ടിലെ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേ. ഇവർ കയറി പോകണ കഴിഞ്ഞാൽ എന്ത് സുഖമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോണേ. ഞാൻ അത് ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ അതായത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരും അവരുടെയും ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ വ്യത്യാസമാണത്. എല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഉണങ്ങിയിരിക്കും, പക്ഷേ അപാര ഫിറ്റ്നസ്സാണ്. മരത്തിൻ്റെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറണം കണ്ടു കഴിഞ്ഞാണല്ലോ 1.5 കയറ്റാം. ഏറ്റവും മുകളിലുള്ള ചക്ക ഇവരെ കൊണ്ട് ഇടിപ്പിക്കാം കൂടുതലും. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേതിപ്പോൾ താഴെ നമുക്ക് തോട്ടി വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇവരെ കൊണ്ട് ഏറ്റവും മുകളിലുള്ളത് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചക്ക അല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, ഇവർ പൊട്ടിച്ചു കൊണ്ടുപോകും. വലിയ കാശൊന്നും കിട്ടില്ല, എന്നാലും വെറുതെ കിട്ടണ പോലുള്ളതാണത്. അപ്പോൾ അതവർ പൊട്ടിച്ചു കൊണ്ടുപോകും. അതാണ് മുകളിലുള്ളത് മുഴുവൻ പൊട്ടിക്കാൻ അവരോട് പറഞ്ഞത്. പിന്നെ ഇവന്മാർ താഴത്തേക്ക് വീഴുമ്പോൾ പിടിക്കുന്ന ടെക്നിക്ക് ഉണ്ടല്ലേ, ഒരു തലോണ പോലെ. അതിനുള്ളിൽ കുറേ വേസ്റ്റ് തുണിയും പഴയ തലോണയൊക്കെയാണ് അതിനുള്ളിലിരിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചക്ക കേടുവരില്ല. എന്ത് ഫാസ്റ്റായിട്ടാണ് ചെയ്യണത് നോക്കി നോക്കൂ അല്ലേ. ഭയങ്കര ഫാസ്റ്റായിട്ട്, വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്മതിക്കണം കേട്ടോ അവന്മാരെ. ഈ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവന്മാർ, ഇവർക്ക് ആരോഗ്യം തന്നെ കൂടുതലാണ്. അതാണ് മുകളിലുള്ളത് ഇട്ടാൽ മതി കേട്ടാ. 20 എന്താ ചേട്ടാ പറഞ്ഞ അത് ശരി. ഈ പിള്ളത്തിലെ ചക്ക നഷ്ടാവും. ഏതാ മുളലെ പിള്ളാവില്ലേ അതൊക്കെ നഷ്ടാവും. അത് ഇല്ല, ഞങ്ങക്ക് വറക്കാൻ വേണ്ട. ഏതാ എൻ്റെ തലയിലേക്ക് വീഴുമോ അവിടുന്ന്? কাঁঠাল আছে এখানে, যা কাটতে হবে ছোট বড় এখানে কাটতে হবে। এখন কিছু হবে আর একটা কাঁঠালও নাই ആ സൈഡിലുള്ളത് കിട്ടില്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് അവ একটা വെട്ട ഭായിമാർ ചക്ക കിട്ടി കഴിഞ്ഞ് പോയി അല്ലേ. എല്ലാം കൂടി ഒരു 80-90ഓളം ചക്ക കിട്ടി. 90 ചക്ക കിട്ടി. നമുക്കിത് വലിയ വിലയൊന്നും കിട്ടുന്നില്ല. അവരിപ്പോൾ ഇത് കയറി ഇതൊക്കെ ഇട്ട് നമ്മളിതൊരാളെ വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇടാനുള്ള എളുപ്പമുള്ള കാര്യമില്ല. നമ്മളൊരാളെ കൂലിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവനൊരു ദിവസത്തെ കൂലി കൊടുക്കേണ്ടി വരും. 1000-1200 കൊടുക്കേണ്ടി വരും ഇതിൻ്റെ മുകളിൽ കയറിയിടാൻ. നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ളത് മുഴുവൻ ഇടിപ്പിക്കും. അപ്പോൾ താഴെയുള്ള പിന്നെ എനിക്ക് തോട്ടി കൊണ്ട് വലിച്ചെടുക്കാമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കണേ. ഇനി ചിലപ്പോൾ ഒരു ട്രിപ്പും കൂടി ഇടാണ്ടായിരിക്കും. ഒരു ട്രിപ്പും കൂടി വന്നിട്ട് ഒരു 10-50 ചക്കയും കൂടി ഇനി ഇട്ട് പോകാണ്ടായിരിക്കും. അതിപ്പോൾ അവർ വരാമെന്നുണ്ട്. ഏപ്രിൽ അവസാനിക്കുമ്പോൾ വരും. ഇനി മൂക്കാൻ നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ. മഴ പെയ്തില്ലെങ്കിൽ, മഴ പെയ്താൽ അത് പോവും. മഴ പെയ്താൽ പിന്നെ അത് കിട്ടില്ല. വെറുതെ ഇങ്ങനെ അല്ലറ ചില്ലറ കാപ്പി കാശ് പോലെ കിട്ടും. അല്ലാണ്ട് കൃഷിയായിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇതൊക്കെ പിന്നെ കുറേ പഴയ പ്ലാവുകളാണ്. പിന്നെ ഞാൻ ബെഡ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ പ്ലാവുകൾ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ടു നടക്കണേ. അപ്പോൾ ശരി, ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നവരേക്കും ബായ്.